ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറല്ലേ? എങ്കിൽ സമയം കളയാതെ നമുക്ക് വേഗം കഥയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ടോമിയും അത്ഭുത ചിറകുകളും. ഒരിടത്ത് പച്ചപ്പട്ട് വിരിച്ച ഒരു മനോഹരമായ തോട്ടമുണ്ടായിരുന്നു. അവിടെ ധാരാളം പൂമ്പാറ്റകളും പക്ഷികളും തുമ്പികളും സന്തോഷത്തോടെ പറന്നു നടന്നിരുന്നു. ആ തോട്ടത്തിലെ ഒരു വലിയ നാരകമരത്തിൽ ടോമി എന്നൊരു കുഞ്ഞു പുഴു താമസിച്ചിരുന്നു. ടോമിക്ക് എപ്പോഴും വലിയ സങ്കടമായിരുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളായ പൂമ്പാറ്റകളെ നോക്കി നെടുവീർപ്പിടും. അവർക്ക് എത്ര മനോഹരമായ ചിറകുകളാണ്! അവർക്ക് ആകാശത്ത് ഉയരത്തിൽ പറക്കാം. പക്ഷേ എനിക്ക് ഇഴഞ്ഞു നീങ്ങാനേ കഴിയൂ. ഈ പച്ചിലകൾ തിന്ന് ജീവിക്കാനാണല്ലോ ദൈവമേ എന്റെ വിധി. അവൻ സ്വയം പരിതപിച്ചു. കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കുമായിരുന്നു. എടാ ടോമി, നിനക്ക് ഒരിക്കലും ഞങ്ങളെപ്പോലെ പറക്കാൻ കഴിയില്ല. നീ വെറും ഒരു പുഴുവാണ്. അവർ ചിരിച്ചുകൊണ്ട് പറന്നുപോകും. അങ്ങനെ ഒരു ദിവസം ടോമിയുടെ ഉള്ളിൽ ഒരു മാറ്റം തോന്നി. അവന് കളിക്കാനോ ഇലകൾ തിന്നാനോ ഒന്നും തോന്നിയില്ല. പെട്ടെന്ന് പ്രകൃതിയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ അവന് തോന്നി. ക്ഷമയോടെ കാത്തിരിക്കൂ, നിനക്കായി ഒരു അത്ഭുതം കാത്തിരിക്കുന്നു. ടോമി തന്റെ ചുറ്റും നൂലുകൾ കൊണ്ട് ഒരു ചെറിയ കൂടുണ്ടാക്കി. അവൻ ഈ ഇരുണ്ട കൂടിനുള്ളിൽ ഒളിച്ചിരുന്നു. മറ്റു പുഴുക്കളും പക്ഷികളും അവനെ നോക്കി പറഞ്ഞു, നോക്കൂ, ടോമി തോറ്റുപോയി. അവൻ പേടിച്ച് ഒരു കൂടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനി അവൻ ഒരിക്കലും പുറത്തു വരില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മഴ പെയ്യാൻ തുടങ്ങി. കാറ്റടിച്ചു. ആ കൂട് അങ്ങനെ അനക്കമില്ലാതെ ആ മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നു. ടോമി മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സൂര്യപ്രകാശം ആ കൂടിനുമേൽ പതിച്ചു. പതുക്കെ കൂട് വിള്ളാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് ആരോ പുറത്തേക്ക് വരാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടിന്റെ ഇടുങ്ങിയ ദ്വാരത്തിലൂടെ ടോമി സർവശക്തിയും എടുത്ത് പുറത്തേക്ക് തള്ളി. അവസാനം അവൻ പുറത്തു വന്നു. പക്ഷേ അവിടെ കണ്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പഴയ ആ പച്ച പുഴുവല്ല പുറത്തു വന്നത്. തിളങ്ങുന്ന ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള വലിയ ചിറകുകളുള്ള ഒരു മനോഹരമായ പൂമ്പാറ്റയായിരുന്നു. തന്റെ ചിറകുകൾ ആദ്യമായി വീശിയപ്പോൾ ടോമിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ ആകാശത്തേക്ക് ഉയരത്തിൽ പറന്നുയർന്നു. തന്നെ കളിയാക്കിയവർക്ക് മുകളിലൂടെ അവൻ അങ്ങനെ പറന്നു നടന്നു. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ക്ഷമയോടെ കാത്തിരുന്നാൽ ഏതൊരു സാധാരണക്കാരനും അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തളരരുത്. നിങ്ങളെ തേടി ഒരു വലിയ മാറ്റം വരാനിരിപ്പുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് വീണ്ടും അടുത്ത കഥയുമായി കാണാം.